ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ യാത്ര ഉള്ളനാട്ടിലെ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ടാണ്. കുറച്ചു കാലം മുമ്പ് ഒരു ചേച്ചിയുടെ പോസ്റ്റ് വഴിയാണ് ഞാൻ ഈ അമ്പലത്തെ പറ്റി അറിഞ്ഞത്. അപ്പോൾ തന്നെ പോകണം എന്ന് വിചാരിച്ചു, പക്ഷെ നമുക്കിപ്പോഴാണ് സാഹചര്യം ഒത്തുവന്നത്. അങ്ങനെ ഈ പൂജാ ഹോളിഡേയ്സിന് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഉള്ളനാട്ടിലെ ഉണ്ണിക്കണ്ണനെ കാണാൻ പോയി. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാലഗോപാലനായിട്ടാണ് ഭഗവാൻ കൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 13 വയസ്സിന് താഴെയുള്ള ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. സാധാരണയായി ഭഗവാനെ പശുവിനൊപ്പമല്ലേ കാണാറ്, പക്ഷെ ഇവിടെ ഓടക്കുഴൽ വായിച്ചു നിൽക്കുന്ന കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ പശു ഇല്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ഏറ്റവും വിശിഷ്ടമായ ആചാരമാണ് ഉറി വഴിപാട്. ലോകത്തിൽ തന്നെ ഈ വഴിപാട് നടത്തുന്ന ഏക ക്ഷേത്രവും ഉള്ളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ ഈ ഉറികളിലൊക്കെ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയതിന് ശേഷമാണ് ഭക്തർ ഇവിടെ വന്ന് ഉറി കെട്ടാറുള്ളത്. നമ്മൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടന്നാൽ നമുക്ക് ഉണ്ണിക്കണ്ണന് ഉറി വഴിപാട് സമർപ്പിക്കാം. വെണ്ണ, കദളിപ്പഴം, ലഡ്ഡു, അവിൽ, കൽക്കണ്ടം, പഞ്ചസാര, വെളുത്ത എള്ളിൻ്റെ ഉണ്ട എന്നിവയിലാണ് ഉറി വഴിപാട് നടത്തുന്നത്. നമ്മളൊരു 9 മണി 9:15 ആയപ്പോഴായിരുന്നു അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു അമ്പലത്തിലെത്താൻ. അങ്ങനെ നമ്മളിത് ആ കൗണ്ടറിൽ പോയിട്ട് മാലയും ചന്ദനത്തിരിയും നെയ്യൊക്കെ വാങ്ങിച്ച് കണ്ണന് കൊടുത്തു. കണ്ണനെ കണ്ട് നന്നായിട്ട് തൊഴുതു. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും നമ്മൾ കണ്ണനോട് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി. അപ്പോഴും അവിടെ ഉറി വഴിപാട് നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കിയുള്ള പ്രതിഷ്ഠയിലെല്ലാം പോയി പ്രാർത്ഥിച്ചു. കുറേ നേരം നമ്മൾ അവിടെ ഇരുന്നു. അപ്പോൾ ചേട്ടനൊരാഗ്രഹം പാൽപ്പായസം കുടിക്കാനും ഉണ്ണിയപ്പം കഴിക്കാനൊക്കെ. പക്ഷെ ചേട്ടൻ കുറേ നേരം ക്യൂ നിന്നെങ്കിലും തീർന്നു പോയിട്ടുണ്ടായിരുന്നു എല്ലാം. ചേട്ടൻ്റെ ടേൺ എത്തിയപ്പോഴത്തേനും ഉണ്ണിയപ്പം ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം ആൾ ക്യൂവിലൊക്കെ നിന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇനി നമുക്ക് കുറച്ച് നേരത്തെ പോകണം. ഇവിടെ രാവിലെ മാത്രമല്ല വൈകിട്ടും ഉറി വഴിപാട് നടത്താറുണ്ട്. രാവിലെ 5:30 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 5:30 തൊട്ട് 7:30 മണി വരെയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. നമ്മൾ ഒരുപാട് നേരം അവിടെ ഇരുന്നിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. കാരണം നമുക്ക് അവിടെ അങ്ങനെ ഇരിക്കാൻ തോന്നും. അതുപോലൊരു പ്രത്യേക അനുഭവമാണ് അവിടെ. പിന്നെ പൂജവെപ്പായതുകൊണ്ട് അവിടെ ഒരുപാട് ബുക്കുകളൊക്കെ പൂജ വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസത്തെ വിദ്യാരംഭത്തിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അതൊക്കെ കണ്ട് അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നൊരു പ്രത്യേകത, നമ്മളെല്ലാവരും വെയർ ചെയ്തേക്കുന്നത് നമ്മുടെ ലോക്കാർട്ടിൻ്റെ പ്രീമിയം ആയിട്ടുള്ള കോഡ് സെറ്റ്സാണ്. കോഡ് സെറ്റ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായും ലോക്കാർട്ടിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ DM ചെയ്യുക. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഒരു പ്രൊമോഷനും കൂടി ആവട്ടെ. ചിറ്റ വെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു 3 പീസ് സെറ്റാണ്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോക്കാർട്ടിലേക്ക് DM ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു പോവാണ്. ഇനി അടുത്ത ദിവസത്തെ കാഴ്ച കണ്ടാലോ. അടുത്ത ദിവസം നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഒരുങ്ങിയിരിക്കുകയാണ്. ബീച്ചിൽ പോവാം. ആരാ കടലയാണ് കൊണ്ടുവരുന്നത്? പെയ്ഡ് പ്രൊമോഷൻ ആണോ? കുഞ്ഞിന്റെ സ്കൂൾ അടിച്ചേക്കുവാണോ? ബുക്കെല്ലാം പൂജ വെച്ചോ? ആരാ കുഞ്ഞിയെ ഒരുക്കിയത്? ഈ മുടിയൊക്കെ കെട്ടി തന്നേരാ? നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ആരെങ്കിലൊക്കെ വേണ്ടേ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞതാ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് വല്യഴീക്കൽ ബീച്ചിലാണ്. നമ്മൾ പാലം കയറി അപ്പുറത്തോട്ട് പോയില്ല. കാരണം അവിടെ ഓഫ് ഡേയ്സിൽ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് കാറൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുത്തില്ല, അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ ഇപ്രാവശ്യം വന്നത് വല്യഴീക്കൽ ബീച്ചിലായിരുന്നു. എനിക്കും ചിറ്റിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു ലൈറ്റ് ഹൗസ് കാണണമെന്ന്. പക്ഷെ ഞങ്ങളുടെ കൂടെ വന്ന് ബാക്കി ആർക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ കയറിയില്ല.
അങ്ങനെ ദാ നമ്മൾ ബീച്ചിലേക്ക് കയറാണ്. കയറുമ്പോൾ തന്നെ അവിടെ ഒരു പരശുരാമൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് പാർക്കിങ്ങും അവിടെ ഉണ്ട്. നമ്മൾ അപ്പുറത്ത് പോരുന്നെങ്കിൽ നല്ല തിരക്കായിരുന്നേനെ. ഇവിടെ അത്ര തിരക്കില്ല, എങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പിന്നെ പാവം ഒരു കുതിരയും നിൽപ്പുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല. പിന്നെ പട്ടം വിൽക്കുന്ന ആൾക്കാരുണ്ട്, കുറേ പേര് അവിടെ പട്ടം പറത്തുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് എന്തായാലും സന്തോഷമായി ബീച്ച് കണ്ടപ്പം. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി ബീച്ചിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഇവിടെ മറ്റേടത്ത് അത്ര ക്ലീനൊന്നുമല്ല, മറ്റേടത്ത് കുറച്ചും കൂടി നന്നായിട്ട് ക്ലീനായിട്ട് കിടക്കുകയാണ്. ഇവിടെ അത്ര വൃത്തിയൊന്നുമില്ല, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വലിയൊരു ആമ അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാനത് ക്ലിയറായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കടലിലൊക്കെ കളിച്ചു. ഇതാണ് നമ്മുടെ വല്യഴീക്കൽ പാലം. വല്യഴീക്കൽ പാലം കയറി അപ്പുറത്ത് പോയാൽ അത് കൊല്ലം ജില്ലയാണ്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയാണ്. അത് അഴീക്കൽ, ഇത് വല്യഴീക്കൽ. സത്യം പറഞ്ഞാൽ ഈ പൂജ ഹോളിഡേയ്സിന് ഞങ്ങൾ ഒരുപാട് പ്ലാൻ ഇട്ടായിരുന്നു പല സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല, എല്ലാം ഫ്ലോപ്പായി. പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ട്രിപ്പൊന്നും നമ്മൾ പോയില്ല. അൺപ്ലാൻഡ് ആയിട്ട് നടന്നായിരുന്നു ഈ ബീച്ചും നമ്മൾ ഉള്ളനാട് പോയതൊക്കെ. നമ്മൾ ബീച്ചിൽ വരുന്നത് കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ചായയൊന്നും കുടിച്ചില്ല. ബീച്ചിൽ വന്നിട്ട് ചായയും ബജ്ജിയും ഒക്കെ കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഒന്നും നടന്നില്ല. ഞാനൊക്കെ ബീച്ചിൽ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ബജ്ജി കഴിക്കാനും അങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് കഴിക്കാനാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു കടകളും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ പാലം ഇറങ്ങി അപ്പുറത്ത് പോയിരുന്നെങ്കിൽ അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കാണെങ്കിൽ കുതിരയും കഴുതയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നല്ല പീസ്ഫുള്ളാണ് അവിടെ, പക്ഷെ നല്ല വൈബിങ് ആയിരുന്നു. അങ്ങനെ കടലിലൊക്കെ കളിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം നടക്കാൻ കരുതി ഇതായി പാലത്തിൽ കയറി. നമ്മുടെ വീട്ടിൽ നിന്ന് 2 പേരും കൂടി ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അവരെ കണ്ടില്ല. അപ്പം നമുക്ക് അവർ വരുമ്പോഴത്തേന് കുറച്ച് നടക്കാമെന്ന് കരുതി. പണ്ട് ഈ പാലത്തിൽ സുനാമിയിൽ മരിച്ചു പോയവരുടെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് നോക്കിയാണ് നടന്നത്, പക്ഷെ അത് കണ്ടില്ല. ഇവിടെയൊക്കെ ഒരുപാട് പേര് അന്ന് സുനാമി വന്നപ്പോൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥലത്തൊന്നും അങ്ങനെ സുനാമി വന്നിട്ടില്ലായിരുന്നു. ഇവിടെയൊക്കെയായിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ദാ വീണ്ടും ഞങ്ങൾ ട്വിങ്ങിങ് ആണ്. ഇതും നമ്മുടെ ലോക്കാർട്ടിൻ്റെ കോഡ് സെറ്റ്സാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ടും നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന ആൾക്കാരെ കണ്ടില്ല. സണ്ണൊക്കെ സെറ്റായി. കുഞ്ഞിപ്പെണ്ണ് ദാ ചിറ്റപ്പൻ്റെ പുറകെ നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ നീർനായയെ കണ്ടു. ഒരുപാട് നീർനായ ഉണ്ടായിരുന്നു. കണ്ടു, ദാ പൊങ്ങുന്നതാണ് നീർനായ. ലാസ്റ്റ് ടൈം ഞങ്ങൾ അപ്പുറത്ത് പോയപ്പം സ്പീഡ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. ഒരാൾക്ക് 250 അങ്ങനെ എന്തോ ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ സ്പീഡ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല വൈബിങ്. ഈ സൈഡിൽ പക്ഷേ ഇതൊന്നുമില്ല, കടകളും ഇല്ല, ഒരു ആക്ടിവിറ്റീസ്, കുതിരയില്ല, കഴുതയില്ല, ഒരു കുതിരയൊന്നും ഉണ്ടായിരുന്നുള്ളൂ. വേറെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പുറത്ത് പോയാലാണ് ഇതെല്ലാം കൂടുതലുള്ളത്. പിള്ളേർക്ക് കളിക്കാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും എല്ലാം കൂടുതലുള്ളത് അഴീക്കൽ പോയാലാണ്. ഇവിടെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കൊരു സർപ്രൈസുമായിട്ട് അടുത്ത് വരാൻ പോകുന്നത് ഒരു ഗീവ് അവേ വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.